വാട്ടർ അതോറിറ്റി ഗുരുവായൂർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസിനു മുന്നിൽ കടപ്പുറം ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധി കുത്തിയിരിപ്പ് സമരം നടത്തി. കടപ്പുറം ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡ് മെമ്പറും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ PA അഷ്കർ അലിയാണ് സമരം നടത്തിയത്. 11ാം വാർഡ് മുനക്കക്കടവ് പ്രദേശവാസികൾക്ക് മാസങ്ങളായി കുടിവെള്ളം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധം ശക്തമായത്. പ്രദേശത്തെ വീടുകളിലേക്ക് കുടിവെള്ള വിതരണം നിലച്ചതിനാൽ നാട്ടുകാർ ഉയർന്ന വില കൊടുത്ത് വെള്ളം വാങ്ങിയാണ് ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റി ഓഫീസിൽ നിരവധി തവണ പരാതികൾ നൽകിയിട്ടും ഉദ്യോഗസ്ഥർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് അഷ്കർ അലി ആരോപിച്ചു. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രതിമാസം ഏകദേശം 7 ലക്ഷം രൂപയാണ് വാട്ടർ അതോറിറ്റിക്ക് നൽകുന്നതെന്നും അതിനിടയിലും ജനങ്ങൾക്ക് അടിസ്ഥാന ആവശ്യമായ കുടിവെള്ളം ലഭിക്കാത്തത് ഗുരുതരമായ അവഗണനയാണെന്നും അദ്ദേഹം പറഞ്ഞു. മുനക്കക്കടവ് മേഖലയിലെ ഭൂരിഭാഗം മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടുന്ന ഏകദേശം 200ഓളം കുടുംബങ്ങളാണ് കുടിവെള്ളം ലഭിക്കാതെ കടുത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. കടപ്പുറം പഞ്ചായത്തിൽ അഴിമുഖം വാർഡിൽ മെമ്പറാണ് ഞാൻ. നിരവധി തവണ അവിടെ വെള്ളം കിട്ടാത്ത അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ AE ഉൾപ്പെടെയുള്ള ഓവർസിയർ ഉൾപ്പെടെയുള്ളവരെ അറിയിച്ചിട്ട് യാതൊരു പരിഹാരവും മെമ്പറായതിനു ശേഷം ഉണ്ടാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. എന്ന് വിളിക്കുമ്പോഴും നാളെ വരാം അല്ലെങ്കിൽ അടുത്ത ദിവസം വരാം എന്നുള്ള ഒരു വാക്ക് മാത്രം പറയുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾ ഇന്ന് കുടിവെള്ളം കിട്ടാത്ത വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വാട്ടർ അതോറിറ്റി ഓഫീസിന് മുമ്പിൽ എത്തിയിരിക്കുന്നത്. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് ഒരു മാസം ഏകദേശം 7 ലക്ഷം രൂപയാണ് വാട്ടർ അതോറിറ്റി ഓഫീസിൽ അടച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞത് ഒരു പൈപ്പ് നന്നാക്കാൻ ഇതിൻ്റെ വർക്കർ പറഞ്ഞത് അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് കാശ് തരണം എന്നാണ്. ഇത്തരത്തിൽ വളരെയധികം മോശം ജനങ്ങളോട് അല്ലെങ്കിൽ ജനപ്രതിനിധികളോട് സമീപനമാണ് വാട്ടർ അതോറിറ്റിയിൽ നിന്നുണ്ടാകുന്നത്. ആ പ്രദേശത്ത് നിന്ന് കുടിവെള്ളം ലഭ്യമാക്കുന്നത് വരെ ശക്തമായ സമരവുമായി ഇതൊരു സൂചന എന്ന നിലക്കാണ് ഇവിടെ ഈ സമരം സംഘടിപ്പിക്കുന്നത്. ഇനിയും കുടിവെള്ളം കിട്ടിയില്ലെങ്കിൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ജനകീയ സമരവുമായി ഗുരുവായൂർ വാട്ടർ അതോറിറ്റി ഓഫീസിൽ മുന്നിൽ ഉണ്ടാകും എന്ന അവസരത്തിൽ പറഞ്ഞ ആ ജനങ്ങൾക്ക് വേണ്ടി ഇനിയും കുടിവെള്ളം ലഭിക്കുന്നതുവരെ സമരമുഖത്തുണ്ടാകും എന്നീ അവസരത്തിൽ അറിയിക്കുകയാണ്.